ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈ തിരുവചനം വളരെ കൃത്യമായിട്ട് എൻ്റെ പൗരോഹിത്യ വഴിത്താരകളെ വെളിപ്പെടുത്തുന്നു. പൗരോഹിത്യ വിളിയുന്ന മഹാദാനം എൻ്റെ കഴിവല്ല, അത് ദൈവകൃപയാണ്. ഞാൻ നടത്താരയിൽ പുരോഹിതനായി അഭിഷേചിക്കപ്പെട്ടു നിൽക്കുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കൃപകളെ ഞാൻ പലപ്പോഴും നിസ്സാരവൽക്കരിച്ചപ്പോഴും വേണ്ടവിധം പ്രയോജനപ്പെടുത്താതിരുന്നപ്പോഴും എൻ്റെ യേശു ആ കൃപകളെ നിഷ്ഫലമായി പോകാൻ അനുവദിച്ചില്ല. മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ശരിയാണ്, കൂടെയുള്ളവർ 11 വർഷം കൊണ്ട് പരിശീലനം തീർത്തപ്പോൾ ഞാൻ 14 വർഷം എടുത്തു. ദൈവം എന്നെ ഉരുക്കി വാർത്തെടുത്ത വർഷങ്ങൾ. എൻ്റെ ജീവിതത്തോടെ ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വചനമില്ല. ഞാൻ എന്തായിരിക്കുമോ അത് ദൈവകൃപയാലാണ്. ഇളയവനും നിസ്സാരനും ബലഹീനനുമായി എന്നെ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് വിളഭൂമിയിലേക്ക് ക്ഷണിക്കുകയും ഇന്നേ ദിവസം ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ച് തൻ്റെ പ്രിയ സ്നേഹിതന്മാരുടെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർത്ത സർവശക്തനായ പൊന്നുതമ്പുരാനായ എൻ്റെ യേശുവിന് കോടാനുകോടി ആരാധനയും സ്തുതിയും മഹത്വവും നന്ദിയും. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ വിൻസെൻ്റ് പോളെ, നിൻ്റെ പ്രവർത്തനത്താൽ ആകൃഷ്ടരായ നിൻ്റെ ചൈതന്യം തുളമുന്ന വിൻസെൻ്റ് സഭയിലേക്ക് വിളിക്കുകയും ഉറപ്പിച്ചു നിർത്തുകയും പഞ്ചസുഹൃത്തുക്കളാൽ നിറയപ്പെടുവാൻ നിരന്തരം ദൈവകൃപകൾക്കായി സ്വർഗീയ മധ്യസ്ഥനോട് മധ്യസ്ഥം വഹിക്കുന്ന എൻ്റെ പുണ്യാള, നന്ദി. അഭിനന്ദിയ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവേ, ഇന്നേ ദിവസം കൈയൊപ്പ് ശുശ്രൂഷയിലൂടെ എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും പ്രത്യേകമായി എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും അടിവാരം ഇടവക സമൂഹത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പിതാവിന് നന്ദി അർപ്പിക്കുന്നു. ഉജ്ജയിൻ രൂപതയിലെ അജഗണങ്ങൾക്കായുള്ള പിതാവിൻ്റെ പ്രയത്നങ്ങളിൽ പ്രാർത്ഥനയായും സേവനമായും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവകൃപയാൽ സബലീകരിക്കപ്പെടാനും ഈ ബലിമധ്യേ ഞാൻ പ്രാർത്ഥിക്കുമെന്നും ഉറപ്പേകുന്നു. തിരക്കുകൾക്കിടയിലും കടന്നുവന്ന് ഇന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് ആത്മീയ നേതൃത്വം നൽകിയ അഭിവന്ദിയ സെബാസ്റ്റ്യൻ വടക്കലെ പിതാവേ, ഒരുപാട് നന്ദി. 14 വർഷങ്ങൾക്ക് മുൻപ് വിൻസെൻഷൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ പൂർണ്ണബോധ്യങ്ങളും ഒരിക്കലും പതറാത്ത ആഗ്രഹങ്ങളും ഒരിക്കലും തളരാത്ത ഇച്ഛാശക്തിയുള്ള ആളായിരുന്നില്ല ഞാൻ. സംശയങ്ങളുടെ കാറ്റ് തലങ്ങും വിലങ്ങും അടിച്ച് വിശ്വാസത്തിൻ്റെ നാളം കെട്ടണയുന്ന അവസ്ഥ പലപ്പോഴും വന്നപ്പോൾ, ലൗകിക സ്വരങ്ങൾ കനം വെച്ച് ദൈവിക സ്വരങ്ങൾ നേർത്തു വന്നപ്പോഴും ഇതൊക്കെ ഈ വിളിജീവിതം മുന്നിൽ വയ്ക്കുന്ന ചില വെല്ലുവിളികളാണെന്നും അതിനെ മറികടക്കാൻ പലതരത്തിലുള്ള ആത്മീയ വഴികൾ പറഞ്ഞു തന്ന് ഇതെല്ലാം പരിശീലന കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കുറവുകളെയും പോരായ്മകളെയും വാത്സല്യത്തോടെ മനസ്സിലാക്കി കഴിവുകളെ വളർത്തി പൗരോഹിത്യത്തിൻ്റെ മിഴിവാർന്ന അഴകും നിറവാർന്ന ആഴവും മനസ്സിലാക്കി തന്ന് എന്നെ ഈ നിമിഷം വരെ ചേർത്ത് പിടിച്ചു നയിക്കുന്ന വിൻസെൻഷൻ സഭയ്ക്കും സഭാംഗങ്ങൾക്കും ഒത്തിരി നന്ദി. വിൻസെൻഷൻ സഭയിൽ അംഗമായി നിന്നുകൊണ്ട് കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് അനുവാദം നൽകിയ ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോൺ കണ്ടത്തിൽ കറിയച്ചനും ജനറൽ കൗൺസിലേഴ്സിനും നന്ദി. അതോടൊപ്പം എന്നെ വിൻസെൻഷൻ സഭയിലേക്ക് സ്വീകരിച്ച അന്നത്തെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പാറപ്പുറമച്ചനെയും ജനറൽ കൗൺസിലേഴ്സിനെയും പ്രൊവിൻഷ്യലായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോർജ് അറക്കലച്ചനെയും പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേരി മാതാ പ്രൊവിൻസിലെയും സെൻറ് തോമസ് പ്രൊവിൻസിലെയും ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും കൗൺസിലേഴ്സിനെയും സ്നേഹത്തോടെ സ്മരിക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ എല്ലായ്പ്പോഴും താങ്ങും തണലുമായി കൂടെ നിൽക്കുകയും വേണ്ട തിരുത്തലുകളും നിർദ്ദേശങ്ങളും നൽകി ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വാതന്ത്ര്യത്തോടെ എന്നോട് ഇടപെടുകയും എൻ്റെ ദൈവവിളിയെ നിരന്തരം പരിപോഷിപ്പിക്കുകയും ചെയ്ത് ഇന്നേ ദിവസം തിരുപ്പട്ട ശുശ്രൂഷയിൽ ആർച്ചുഡീക്കനായി നിന്ന് എനിക്ക് ആത്മീയ ഉണർവും ബലവുമേകിയ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ പെരിയ ബഹുമാനപ്പെട്ട മാത്യു കക്കാട്ടുപള്ളിയച്ച, ഒരുപാട് നന്ദി. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പാലാ മൈനർ സെമിനാരിയിൽ എൻ്റെ റെക്ടറായും ഹുബ്ലി ആശ്രമത്തിൽ സമൂഹാംഗമായും ഒത്തിരി നല്ല ഓർമ്മകൾ നൽകിയ ബഹുമാനപ്പെട്ട ഷിൻഡോ മംഗലത്തച്ഛൻ ഇന്ന ദിവസം തിരുപ്പട്ട ശുശ്രൂഷയിൽ അഭിവന്ധ്യ പിതാവിനൊപ്പം ഈ അൾത്താരയിൽ സഹകാർമ്മികനായി നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഷിൻഡോ അച്ഛ, ഒരുപാട് നന്ദി. എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ വ്യത്യസ്തമായ കാലയളവുകളിൽ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും എന്നെ ചേർത്ത് പിടിക്കുകയും എന്നെ ദൈവവിളിയിൽ വളർത്തുകയും ചെയ്ത എല്ലാ വൈദികർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സോനുവച്ചനിൽ തുടങ്ങി സോണിയച്ചനിൽ എത്തി നിൽക്കുന്ന എൻ്റെ എല്ലാ റക്ടറച്ചന്മാർക്കും, പ്രത്യേകമായി എൻ്റെ ഗുരുവച്ചനായിരുന്ന ടോണി മൂന്നുപീടികച്ചനും ഫിലോസഫി ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട റാഫി വേഴാവറമ്പലച്ചനും റീജൻസി ഡയറക്ടറായിരുന്ന ജിമ്മിച്ചൻ കുളത്തെങ്കിലച്ചനും ബഹുമാനപ്പെട്ട സേവ്യർ കളപ്പുരി അച്ഛനിൽ തുടങ്ങി
മൈക്കിൾ പനച്ചിക്കലച്ചനിലൂടെ ഇന്നും തുടരുന്ന എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും അവർ കാണിച്ചു തന്ന ആത്മീയ വഴികൾക്കും അവരോട് ചേർന്ന് പ്രവർത്തിച്ച് എനിക്ക് ഉചിതമായ വേളകളിൽ തിരുത്തലുകളും പ്രോത്സാഹനവും തന്ന വിവിധ ഫോർമേഷൻ ഹൗസുകളിലെ എല്ലാ വിൻസിഷൻ വൈദികർക്കും ഡീക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഒത്തിരി നന്ദി. ഇന്നേ ദിവസം ഞാൻ പ്രഥമ ദിവ്യ ബലിയർപ്പിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോമോനച്ചൻ, ജോമേഷച്ചൻ, ജോർജ് അച്ചൻ, റിനോ അച്ചൻ എന്നിവർക്കും കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റെല്ലാ വൈദികർക്കും നന്ദി. എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിൽ കമൻ്ററി പറയുകയും വളരെ വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഈ തിരുകർമ്മത്തെ വളരെ മനോഹരമാക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ബാച്ചുകാരൻ അഖിൽ പത്തിലച്ചനും യഥാസമയം നിർദ്ദേശങ്ങൾ നൽകി തിരുപ്പട്ട ശുശ്രൂഷയിൽ എന്നെ സഹായിച്ച ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കമാലി അച്ഛനും മാസങ്ങളായി ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കായി വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും നല്ല രീതിയിൽ ഇന്ന ദിവസങ്ങളിൽ ക്രമീകരണം നടത്തുകയും ചെയ്ത എൻ്റെ വിൻസെഷൻ സഭയിലെ എല്ലാ അനിയന്മാർക്കും, പ്രത്യേകമായി അവർക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജെറിം ബ്രദറിനും വിൻസെഷൻ വിദ്യാഭവനിലെ എൻ്റെ പ്രിയ എല്ലാ സഹോദരന്മാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഈ തിരുക്കർമ്മങ്ങളിലേക്ക് കടന്നു വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ഇടവകയിലിരുന്ന എല്ലാ മുൻ വികാരി അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഈ ഇടവകയിൽ നിന്നുള്ള വൈദികർക്കും സന്യസ്തർക്കും സെമിനാരി വിദ്യാർത്ഥികൾക്കും ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥനാശംസകളുമായി കടന്നു വന്ന അയൽപക്ക ഇടവകകളിലെ സഹോദര വൈദികർക്കും സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിക്കുന്നു. ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും നന്ദി പറയേണ്ടത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കടപ്ലാക്കലച്ചനാണ്. എൻ്റെ തിരുപ്പട്ട ദിവസത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാം മുന്നിൽ നിന്ന് ക്രമീകരിക്കുകയും ഒരു നല്ല സുഹൃത്തിനെ പോലെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തുകയും ഒരു നല്ല കൂടപ്പിറപ്പിനെ പോലെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളുള്ളപ്പോൾ ഒരു ആശങ്കയും ഉത്കണ്ഠയും വേണ്ട എന്ന് നിരന്തരം തൊഴിൽ തട്ടി പറഞ്ഞ് ശക്തിപ്പെടുത്തുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ച ഒത്തിരി നന്ദി. ഈ തിരുപ്പട്ട ശുശ്രൂഷ നല്ല രീതിയിൽ ക്രമീകരിക്കുവാൻ നാളുകളായി അധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ തിരുഹൃദയ മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും അവരോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് അവർക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട മെറീനാമയ്ക്കും ഒത്തിരി നന്ദി. ദേവാലയ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ ക്രമീകരിക്കുകയും എപ്പോൾ വിളിച്ചാലും സഹായത്തിനായി ഓടിയെത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കപ്പ്യാർ ആൽബിക്കും കൈക്കാരന്മാരായ ചാക്കോ അഗസ്തി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടമ്മൻ ചേട്ടനും ജോബി ചേട്ടനും ജോണി ചേട്ടനും മറ്റെല്ലാ ഭക്തസംഘടന ഭാരവാഹികൾക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും അൽത്താര ബാലന്മാർക്കും ബാലികമാർക്കും SMYM സഹോദരങ്ങൾക്കും മറ്റു യുവജനങ്ങൾക്കും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ തീഷ്ണമതികളായ ഇടവകാംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ ദേവാലയത്തെ നയനമനോഹരമായ പൂക്കൾ കൊണ്ട് ഇത്രയും മനോഹരമാക്കി അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ഗ്രേസ് സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള SH സിസ്റ്റേഴ്സാണ്. എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയെ ദൈവസ്തുതികൾ കൊണ്ട് കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നത് ബഹുമാനപ്പെട്ട റോയി മലമാക്കലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുകയും അനേകരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അബീഷ് ചേട്ടൻ്റെ ഐറിസ് മീഡിയയാണ്. തണലേകാൻ പന്തലും സ്വസ്ഥതയോടെ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കസേരകളും അറേഞ്ച് ചെയ്തത് വിഭിന്ന ഡെക്കറേഷൻസാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു സ്നേഹവിരുന്ന് നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് മാതാജി ചേട്ടൻ്റെ C4U കേറ്ററിംഗ് ആണ്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ അധ്വാനങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് കൊച്ചുവീട്ടിൽ, ചെറുവേലിൽ, അലകനാൽ കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ പരിശീലന കാലയളവിലെ അവസാന 3 വർഷങ്ങളിൽ വിശ്വാസ പരിശീലനം സഹായിക്കാൻ അവസരം ലഭിച്ച കൽപ്പറമ്പ്, കോക്കമംഗലം, തുറവൂർ ഇടവകളിൽ നിന്നും അതോടൊപ്പം തന്നെ എൻ്റെ വൈദിക പരിശീലന കാലയളവിൽ ഞാൻ ഉപരിപഠനം നടത്തിയ കർണാടകയിലെ ഹൂബളിയിൽ നിന്നും റീജൻസി ചെയ്ത കുറവലഞ്ഞാട് നിന്നും വികാരിയച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റിടവാംഗങ്ങളും സുഹൃത്തുക്കളും ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിലെ എൻ്റെ എല്ലാ നല്ല കൂട്ടുകാരും ഇന്നോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും സാന്നിധ്യത്തിനും ഒരു ദിനം എനിക്കായി മാറ്റിവെച്ചതിനും ഒരുപാട് നന്ദി. എന്നെ അറിവിൻ്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച അടിവാര സ്കൂളിലെ അധ്യാപകർ മുതൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അറിവിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ ഗുരുഭൂതർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സ്നേഹത്തിനും കരുതലിനും സാന്നിധ്യത്തിനും പകർന്നു തന്ന അറിവുകൾക്കും ഒത്തിരി നന്ദി. എൻ്റെ വൈദിക പരിശീലന സമയത്ത് ആത്മീയമായും ഭൗതികമായും സഹായിച്ച എല്ലാ ഉപകാരികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഈ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷ കൂടുതൽ മനോഹരമാക്കുവാൻ സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും വളരെ പ്രത്യേകമായി എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിന് തുടക്കം മുതൽ ഈ നിമിഷം വരെ എന്നെ സഹായിച്ച പ്രിയപ്പെട്ട ജോൺ ചേട്ടനും കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ ഞാൻ ഇതുവരെയും നേരിട്ട് കണ്ടുമുട്ടാത്തവർ നിരവധി പേർ തിരുപ്പട്ട ശുശ്രൂഷകൾക്കായി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും എല്ലാം ഒത്തിരി അകമഴിഞ്ഞ് പട്ടത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി സഹായിച്ചിട്ടുണ്ട്. വാക്കുകളിൽ മാത്രം ഒതുക്കാവുന്നതല്ല നിങ്ങളോടുള്ള എൻ്റെ കടപ്പാട്. ദൈവാനുഗ്രഹങ്ങൾ അനവധിയായി നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെടട്ടെ.
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ ചെറിയ അടിവാരം ഇടവക സമൂഹത്തിന് ഒരുപാട് നന്ദി. ചെറിയ ഇടവകയെങ്കിലും ആഗോള കത്തോലിക്കാ സഭയ്ക്ക് അനേകം വൈദികരെയും സന്യസ്തരെയും സമ്മാനിച്ച പുണ്യഭൂമിയാണ് നമ്മുടെ ഈ കൊച്ചടിവാരം. ഒത്തിരി കുട്ടികൾ ഓരോ വർഷവും അടിവാരത്ത് നിന്ന് ദൈവവിളി സ്വീകരിച്ച് പോകുന്നത് കൊണ്ട് തമാശയോടെയാണെങ്കിലും സെമിനാരിയിൽ ഞാൻ ഒരുപാട് തവണ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അടിവാരംകാർക്ക് പൊതുവേ 2 വിളികളാണുള്ളത്. ഒന്നുകിൽ അച്ഛനാകാൻ പോവുക, അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോവുക. ഞാൻ സെമിനാരിൽ ചേർന്ന നാൾ മുതൽ ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവിളിയിൽ നിലനിൽക്കുവാൻ വേണ്ട കൃപാവരത്തിനായി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ തിരുപ്പെട്ട സ്വീകരണത്തിൻ്റെ ക്രമീകരണങ്ങൾക്കായി വികാരിയച്ഛനോട് ചേർന്ന് നിൽക്കുകയും വികാരിയച്ഛനും പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരണം വളരെ മനോഹരമായി ഈ ഇടവക ദേവാലയത്തെ ഒരുക്കി എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിച്ച സ്നേഹത്തിന് ഇടഭാഗങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദി. പരിശുദ്ധയമ്മ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നന്ദി പറയേണ്ടത് ഒത്തിരി താല്പര്യത്തോടെ കാത്തിരുന്നിട്ടും എൻ്റെ തിരുപ്പര ശുശ്രൂഷയിലും പ്രഥമ ദീപബലി അർപ്പണത്തിലും പങ്കെടുക്കാൻ സാധിക്കാതെ പോയവർക്കാണ്. ആദ്യമേ തന്നെ ഞാൻ നന്ദിയോടെ ഓർക്കേണ്ടത് വിൻസെഷൻ സഭയിലേക്ക് എന്നെ ആദ്യമായി ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ആദ്യ നാളുകളിൽ എന്നെ പരിശീലിപ്പിക്കുകയും ഒരു സഹോദരനെ പോലെ എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും എന്നെ ചേർത്ത് നിർത്തി ദൈവവിളിയിൽ വളർത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജെറീഷ് കുന്നക്കാട്ടച്ഛനാണ്. തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്, സ്വർഗത്തിലിരുന്നു കൊണ്ട് അച്ഛൻ ഇന്ന് സന്തോഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. ജെറീഷ് അച്ഛനും വിശുദ്ധനായ അച്ഛനെ സഭയ്ക്ക് നൽകിയ കുന്നക്കാട്ട് കുടുംബാംഗങ്ങൾക്കും ഒത്തിരി നന്ദി. ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് കാണണമെന്നും എൻ്റെ പ്രഥമ ദീപവേലിയിൽ പങ്കെടുക്കണമെന്നും ഒത്തിരി ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ദൈവസന്നിധിയിലേക്ക് പോയ ആളാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം ചേച്ചി എന്ന് വിളിക്കുന്ന എൻ്റെ തലതൊട്ടമ്മ മേരി പൗലോസ്. ഇന്ന ദിവസം സ്വർഗത്തിലിരുന്ന് ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സ്വർഗവാസികൾക്കൊപ്പം എൻ്റെ പ്രഥമ ദീപവേലിയിൽ പങ്കുചേരുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു വിനോദിയേട്ടായി. എൻ്റെ ചെറുപ്പകാര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതും എന്നാൽ എപ്പോഴും സ്നേഹം കൊണ്ട് പൊതിയുകയും ചെയ്യുന്ന ചേട്ടായി. വിനോദിയേട്ടായി സ്വർഗത്തിലിരുന്നു കൊണ്ട് തിരുക്രമങ്ങളിൽ വിനോദിയേട്ടായ്ക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വരണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം സാധിക്കാതെ വരികയും എന്നാൽ പ്രാർത്ഥന കൊണ്ടും സ്നേഹാശംസകൾ കൊണ്ടും ഈ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം ഇന്നിവിടെ ഇല്ലെങ്കിലും ആത്മീയമായി നാം ഈ ബലിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് നന്ദി അർപ്പിക്കും. എന്നെ ആവോളം സ്നേഹിക്കുകയും കരുതുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെ നന്ദിയോടെ ഓർക്കുന്നു. അച്ചാച്ചൻ്റെയും അമ്മച്ചയുടെയും സഹോദരങ്ങളുടെയും അവിടെ കുടുംബാംഗങ്ങളെയും ജോഷികളെയും എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം സുഹൃത്തുക്കളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ അൾത്താരയിൽ ബലിയർപ്പിക്കണം കാണുമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇല്ലാമച്ചിയാണ് തൻ്റെ ശാരീരിക അസ്വസ്ഥങ്ങളും മറന്ന് ഈ ധന്യ നിമിഷത്തിൽ എനിക്ക് വേണ്ടി ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇല്ലാമച്ചിക്ക് അന്നക്കുട്ടിയമ്മയ്ക്ക് നന്ദിയും ആയുരാരോഗ്യങ്ങളും നേരുന്നു. ഇനി ഞാൻ നന്ദി പറയുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കാണ്. അച്ചാച്ചനും അമ്മയ്ക്കും ടീനുവിനും ജോഷിക്കും ഇല്ലാമച്ചയ്ക്കും അപ്പച്ചനും ലിസിയമ്മയ്ക്കും ഒത്തിരി നന്ദി. ക്രൂശിനെ സ്വാധീനിക്കാൻ ഏറ്റവും യോഗ്യതം കറുത്തുകരി വാളിച്ച് ആകാരഭംഗിയില്ലാത്ത കരങ്ങളാണ്. കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായപ്പോഴും ത്യാഗത്തിൻ്റെ പങ്കുവയ്ക്കലിലൂടെ സ്നേഹത്തിൻ്റെ മാതൃക കാട്ടിത്തന്നവരാണ് ഇത്. കുടുംബത്തിൽ ഒറ്റപുത്രന്മാർ ദൈവവിളി തിരഞ്ഞെടുത്താൽ ഉയരുന്ന ആദ്യ ചോദ്യം ഞങ്ങൾക്കിനി ആരാണ് കൂട്ടിനുള്ളത്, തലമുറ നിന്ന് പോവില്ല എന്നൊക്കെയാണ്. സാധാരണ അപ്പന്മാരാണ് ചോദ്യം ഉന്നയിക്കുക. ഞാൻ എൻ്റെ പരിശീലന കാലയളവിൽ ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതും എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ അച്ചാച്ചൻ ചോദിച്ചിട്ടില്ലാത്തതുമായ ഒരു ചോദ്യം അതാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അച്ചാച്ചനെയും അമ്മച്ചയും കർത്താവ് കാത്തുകൊള്ളും എന്നുള്ള അച്ചാച്ചൻ്റെ ഉറച്ച വിശ്വാസമാണ് എൻ്റെ ദൈവവിളിയുടെ ഉറപ്പെന്ന്.
ഒത്തിരി ബുദ്ധിമുട്ട് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന അച്ചാച്ചനെ മകനെന്ന നിലയിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് ഞാൻ കരുതുന്നത് അനുദിന ബലിയിൽ കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ കരങ്ങളിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അച്ചാച്ചനെ ഇന്ന് സ്മരിക്കുമെന്നുള്ളതാണ്. അമ്മച്ചി അന്നും ഇന്നും എനിക്ക് വേണ്ടി ഇതുപോലെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. എൻ്റെ എല്ലാ കുറവുകളും പോരായ്മകൾ നന്നായി മനസ്സിലാക്കുന്ന അമ്മച്ചി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് എന്നെ അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. ഞാൻ സെമിനാരിയിൽ ചേർന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ സ്വാദിഷ്ടമായ മാംസാഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദിനം പ്രതി ഒത്തിരി ജപമാലകൾ ചൊല്ലി കാണുന്നവരോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് എനിക്കായി കൃപകൾ സമ്പാദിക്കുവാനായി മാറ്റിവെച്ച ജീവിതം. അമ്മച്ചിക്ക് ഇനി കുറച്ച് വിശ്രമിക്കാം. അമ്മയ്ക്ക് വേണ്ടി ഓരോ ബലിയർപ്പണത്തിലും ദിനം പ്രതി ഞാൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ടിനു, എൻ്റെ 4 വയസ്സിന് മൂത്തതെങ്കിലും ചേച്ചിയെന്ന് ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ച് കേൾക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. എന്നാലും ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ നിമിഷം വരെ എനിക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾ ചെയ്തു തരികയും എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വളരെ നല്ല രീതിയിൽ ക്രമപ്പെടുത്തുകയും നടത്തുകയും ചെയ്ത ടിനു എൻ്റെ ദൈവവിളിയിൽ വലിയ ഒരു റോളാണ് വഹിച്ചിരിക്കുന്നത്. എൻ്റെ അസാന്നിധ്യത്തിലും അച്ചാച്ചനെയും അമ്മച്ചയും പൊന്നുപോലെ ടിനു നോക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഒരു തരത്തിലും ദൈവവിളിയിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണമെന്ന് എനിക്ക് തോന്നാതിരുന്നത്. പട്ടത്തിൻ്റെ എല്ലാ മേഖലയിലും കാലേക്കൂട്ടി ക്രമീകരണങ്ങൾ നടത്തി ഇത്രയും മനോഹരമാക്കി തീർത്ത ടീമാണ്. ചുരുങ്ങിയ അവധി സമയം മുഴുവൻ എൻ്റെ പട്ടത്തിനായി ഓടി നടന്ന് ക്ഷീണതയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പോട്ടെ സാരമില്ല, ഒരനിയനല്ലേ ഉള്ളൂ. അച്ചാച്ചനെയും അമ്മച്ചയെയും എന്നെയും ടീനുവിനെയും പൊന്നുപോലെ നോക്കുകയും ഒരു കണ്ടീഷൻസും ഇല്ലാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും ഒരു മകനായി എനിക്കൊരുറ്റ സുഹൃത്തിനെ പോലെ എൻ്റെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും സ്നേഹിക്കാനും മാത്രം അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട അളിയൻ ജോഷി ഒരുപാട് ഓടിത്തളർന്നിരിക്കുകയാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ പട്ടത്തിൻ്റെ ക്രമീകരണത്തിനായി എല്ലാം നടത്തിയത് അളിയനാണ്. എന്തു പറഞ്ഞാലും മതിയാവില്ല. ടിനുവിൻ്റെയും ജോഷിയുടെ മക്കളായ ഇസ, ഇറോൺ, അവരെയും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ചാച്ച, അമ്മച്ചി, ടിനു, ജോഷി, നന്ദി എന്നൊരു വാക്കിൽ നിങ്ങളോടുള്ള കടപ്പാട് ഒതുക്കുന്നില്ല. സ്നേഹം, സ്നേഹം, സ്നേഹം മാത്രം. ഇനിയും നന്ദി പറയാൻ ഒരുപാട് ആളുകളുണ്ട്. മുൻനിരയിൽ പ്രവർത്തിച്ചവരെക്കാൾ 10 മടങ്ങ് ആളുകൾ തിരുശ്ശീലയ്ക്ക് പിന്നിൽ അധ്വാനിച്ചവരാണ്. വലിയ സൈപ്രസ് മരത്തിൽ കയറി ഡെക്കറേഷൻ ഇല വെട്ടിയവർ മുതൽ അൾത്താര വിരിപ്പുകളിൽ മുട്ടുസൂചി കുത്തിയവർ വരെ ഇവിടെയുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യം ലഭിക്കേണ്ടത്. എൻ്റെ പ്രഥമ ദീപ ബലിയിൽ കർത്താവിൻ്റെ കൃപയ്ക്കായി ഞാൻ ആദ്യം യാചിക്കുക. ഇപ്രകാരം ഞാൻ പേരെടുത്ത് പറയാതെ എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷകൾക്കായി ദിനരാത്രങ്ങൾ അധ്വാനിച്ചവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ക്ഷണിക്കാൻ വിട്ടുപോയവരെയും നന്ദി പറയാൻ മറന്നുപോയവരെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും വലിയ നന്ദി പ്രകാശനത്തിൻ്റെ വേദിയാണ്. ഇത്രത്തോളം എന്നെ പരിപാലിച്ച് വഴി നടത്തിയ സർവേശ്വരന് എനിക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വിശുദ്ധ ബലിയർപ്പണം. ഈ നിമിഷം വരെ പൗരോഹിത്യ ജീവിതയാത്രയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ പിന്തുണയും നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ പ്രഥമ ദൈവബലിയർപ്പണത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ള ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ഇതേ ദിവസം ഇതേ സമയം മാറിക സെൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് അഭിവന്ധ്യ പ്രിൻസ് പാണേക്കാടൻ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് പ്രഥമ ദീപബലിയർപ്പിക്കുന്ന വിൻസെന്റ് സഭാംഗവും എൻ്റെ പ്രിയ സ്നേഹിതനുമായ ജിതൻ നെല്ലാനിക്കോടച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജിതനച്ഛൻ അങ്ങവിടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഞാനിവിടെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ഇരുന്ന് ഒരേ സമയം ബലിയർപ്പിക്കുകയാണ്. ഇന്ന് ഒരേ സമയം ഞങ്ങളിരുവരും പ്രഥമ ബലിയർപ്പിക്കുമ്പോൾ ഈ ബലികൾ ഉണ്ണിയേശുവിനുള്ള ഞങ്ങളുടെ സമർപ്പണവും സമ്മാനവുമാണ്. ആകയാൽ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് നന്ദിയോടെ കൃതജ്ഞതാ മനോഭാവത്തോടെ ഇതൊരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ആദിബലിയും ഏകബലിയും അന്ത്യബലിയും ആയിരിക്കാമെന്ന ദൈവിക ചിന്തയോടെ നമ്മുടെ പൊന്നുതമ്പുരാന് ബലിയർപ്പിക്കാം. ഏവർക്കും നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.